ശിവ റൂമിലേക്ക് ചെല്ലുമ്പോൾ പുറംതിരിഞ്ഞ് കിടക്കുന്നുണ്ട് ഭാനു. ശിവയുടെ കാൽപ്പെരുമാറ്റം കേട്ടതും നിറഞ്ഞൊഴുകുന്ന മിഴികൾ അമർത്തി തുടച്ചോള്. ഭാനിജി ഉറങ്ങിയോ? മുടി ചീക്കി മെടഞ്ഞിടൻ ഇരുന്നുകൊണ്ട് ചോദിച്ചു ശിവ. ഇല്ല മോളെ, ചെറുതായി തലവേദനിക്കണം, അതാ കിടന്നത്. മുഖത്ത് നോക്കി കള്ളാൻ പറയാൻ കഴിയാത്തത് കൊണ്ട് അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞു ഭാനു. ഏട്ടൻ എന്ത് വിളിച്ചില്ലല്ലോ? അല്ലെങ്കിൽ ചേച്ചി ഇവിടെ വന്നാ ഉറക്കം വരുന്നവരെ സംസാരിച്ചിരിക്കുന്ന ആളല്ലേ, നേരം പോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ശിവ തൻ്റെ മനസ്സിലെ സംശയം ചേച്ചിയോട് മറച്ചു വയ്ക്കാതെ ചോദിച്ചു. അവർ രണ്ടുപേരും അങ്ങനെയാണ്. ചേച്ചിയുടെ മുഖമൊന്ന് മാറിയാൽ അനിയത്തി അറിയും, അനിയത്തിയുടെ മുഖം മാറിയാൽ ചേച്ചിയും കണ്ടുപിടിക്കും. അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്ന് ശിവട്ടൻ ചേച്ചിയുടെ എല്ലാമായിരുന്നു. ശിവു അറിയാത്ത ഒരു രഹസ്യവും ഭാനുവിനില്ല. അത് പിന്നെ ഏട്ടന് കുറച്ച് തിരക്കാണ്. റീയൂണിയൻ നടത്തുന്നുണ്ട് അടുത്ത മാസമോ മറ്റോ. അതിൻ്റെ കുറച്ച് തിരക്കിലാണ്. ഓരോരുത്തരെ തെരഞ്ഞു പിടിച്ച് വിളിക്കുകയും മറ്റുമാണ്. ഏതോ ഹോട്ടൽ വെച്ചാണ് ഗ്രാൻഡായി പരിപാടി നടത്തുന്നതെന്നൊക്കെ പറയുന്ന കേട്ടു. ഏട്ടനും ഏട്ടൻ്റെ ഒരു കൂട്ടുകാരൻ ബിനീഷുമാണ് മുഖ്യ സംഘാടകർ. അതിൻ്റെ കാര്യങ്ങളായി കുറച്ച് തിരക്കിലാണ്. പിന്നെ ഓഫീസിലും എന്തൊക്കെ ജോലികൾ കൂടുതലുണ്ടത്രേ. വീട്ടിലെത്തിയാലും ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്യുന്നത് കാണാം. എനിക്ക് പിന്നെ അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് വാശിയില്ലല്ലോ. ഭാനു ശിവയെ ആശ്വസിപ്പിക്കാൻ എന്നോണം പറഞ്ഞു. എന്തായാലും നാളെ ഏട്ടനെ വിളിക്കണം, ഞായറാഴ്ചയല്ലേ, ഒന്ന് വന്നിട്ട് പോകാൻ പറയാം. ശിവ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വിളിക്കാം മോളെ, നീ കിടക്കാൻ നോക്ക്. ഭാനു പറഞ്ഞുകൊണ്ട് വീണ്ടും തിരിഞ്ഞു കിടന്നു. ശിവ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു. ഇരുട്ടിൻ്റെ മറവിൽ ചുട്ടുപൊളന്ന് മനസ്സുമായി കിടന്നു ഭാനു. എന്തോ ഒരു ആദ്യ മനസ്സിനെ കാർന്ന് തിന്നാൻ തുടങ്ങിയിരിക്കുന്നു. നാളെ രാവിലെ ദേവയുടെ അമ്പലത്തിലേക്ക് പോകണം. നിർമാല്യം തൊഴാൻ മഹാദേവന് തൻ്റെ സങ്കടങ്ങൾ നിവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വാസത്താൽ ഭാനു കണ്ണുകൾ ഇറക്കി അടച്ചു പിടിച്ചുകൊണ്ട് കിടന്നു. രാത്രി ഏറെ വൈകിയും ചാറ്റിങ് നീണ്ടുപോയി. അനിയുടെയും ജ്യോതിയുടെയും നഷ്ടപ്പെട്ടു പോയ കളിപ്പാട്ടം തിരികെ കിട്ടിയ കുട്ടിയുടെ അവസ്ഥയായിരുന്നു എനിക്ക്. ജ്യോതിയുടെ മനസ്സിൽ ഇപ്പോഴും താനുണ്ടെന്ന ചിന്ത അവനെ പഴയ കൗമാരക്കാരനാക്കി. അവളുടെ സംസാരം പലപ്പോഴും അതിരുകൾ ലംഘിച്ചു. തനിക്ക് ഭർത്താവിൽ നിന്നും കിട്ടാത്ത സ്നേഹവും കരുതലും അനിയിൽ കണ്ടെത്താൻ ശ്രമിച്ചു അവൾ. അവിടെ രണ്ടുപേരെയും കൂടിയായ ഒരു ലോകം. അവിടെ ജ്യോതിയും അനിയും മാത്രമേ ഉള്ളൂ. താൻ മറ്റൊരാളുടെ ഭാര്യയാണെന്നും ഒരു കുട്ടിയുടെ അമ്മയാണെന്നും ജ്യോതി മാറുന്നു. അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു അനിയും. ഉറക്കം കൺപോളകളെ തഴുകാൻ തുടങ്ങിയപ്പോൾ അനിയുടെ ഫോൺ കയ്യിൽ നിന്നും ഊർന്നു പോയി. കാത്തിരുന്നിട്ടും റിപ്ലൈ ലഭിക്കാത്തതുകൊണ്ട് ജ്യോതിയും ഫോൺ ഓഫാക്കി എടുത്തു വെച്ചു. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഭാനു. കിഴക്ക് വെള്ളക്കേറി വരുന്നതേയുള്ളൂ. ആദ്യത്തെ തേരിൽ ഏറാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു. കുളിച്ചു മാറാനുള്ള സെറ്റുമുണ്ട് എടുത്തു. കരിമ്പച്ചക്കറിയോട് കൂടിയ സെറ്റുമുണ്ട്, പച്ച ബ്ലൗസും. കഴിഞ്ഞ ഓണത്തിന് അമ്മമ്മ എടുത്ത് തന്നതാണ്. അമ്പലത്തിലേക്ക് പോകുമ്പോൾ ചുറ്റാൻ ഒരു സെറ്റുമുണ്ട്. വേറെ പട്ടുസാരിയും ഉണ്ടായിരുന്നു. അമ്മമ്മയ്ക്ക് എല്ലാ കൊല്ലവും ഓണത്തിന് മുണ്ടും നേരിയതും കൊടുക്കുക പതിവുണ്ട്. അമ്മമ്മ രണ്ടുപേർക്കും ഓണക്കോടി എടുത്ത് തരികയും ചെയ്യും, എല്ലാ വർഷവും മുടങ്ങാതെ. അനിയേട്ടൻ തൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അനിയേട്ടനും എടുക്കാറുണ്ട്. അനിയുടെ ചിന്ത വന്നപ്പോഴേ ഫോൺ എടുത്ത് നോക്കിയവൾ. വിളിച്ചിട്ടുണ്ടോ എന്ന്. നിരാശയായിരുന്നു ഫലം. തോർത്തും ഡ്രസ്സും കയ്യിലെടുത്ത് കോവണിപ്പടികൾ ഇറങ്ങി ഭാനു. അടുക്കളയിൽ ശാരദാമ്മ പാത്രങ്ങളോട് മൽപ്പിടുത്തം തുടങ്ങിയിരുന്നു. വടക്കിനി വാതിൽ തുറന്ന് കിടക്കുന്നുണ്ട്. ഭാനുവിനെ കണ്ടപ്പോൾ ശാരദമ്മ അടുക്കളയിൽ നിന്നും വടക്കിനി വരാന്തയിലേക്ക് ഇറങ്ങി വന്നു. കുട്ടി എഴുന്നേറ്റൂലേ? വെളിച്ചം പറക്കുന്നതേയുള്ളൂ, സൂക്ഷിച്ചു പോണം, കുളക്കടവിലേക്ക് കേട്ടോ. ശാരദാമ്മ ഓർമ്മപ്പെടുത്തി. എല്ലാ പ്രാവശ്യവും താൻ വന്ന പടവിലേക്ക് പോകുമ്പോൾ ശാരദാമ്മ പറയുന്നതാണ്. ഇവിടുത്തെ നാഗത്തന്മാരൊന്നും ഭാനുവിനെ ഒന്നും ചെയ്യില്ല ശാരദാമ്മേ, ഈ ഭാനു പോകുന്നത് വരെ. അവർക്കുള്ള ഒരു പൂജകളും മുടക്കിയിട്ടില്ല. എല്ലാ മാസവും നാഗപഞ്ചമിക്ക് കാവിൽ വിളക്ക് തെളിയിക്കാൻ എനിക്ക് അവസരം ലഭിക്കാറുണ്ട്. നാഗത്താമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാസമുറ പോലും നീങ്ങി നിന്ന സമയമുണ്ടായിട്ടുണ്ട്. അത്രയ്ക്ക് ഇഷ്ടമാണ് ഭാനുവിനെ അവർക്ക്. ഇനിയിപ്പോൾ ഈ ഭാനുവിൻ്റെ ഇവിടുത്തെ ജീവിതം മടുത്തെന്ന് തോന്നുമ്പോൾ എന്നെ പരലോകത്തേക്ക് യാത്ര അയക്കാനുള്ള അധികാരവും അവർക്കുണ്ട്. അതാകുമ്പോൾ ഒറ്റ കൊത്തിന് അവസാനിച്ചോളും അല്ലേ? തമാശ രൂപത്തിൽ പറഞ്ഞതായിരുന്നുവെങ്കിലും അത് പറയുമ്പോൾ അവളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അനിയുടെ അവഗണന അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ജീവന തുല്യം സ്നേഹിച്ചവർ കാണുന്ന ചെറിയ അവഗണന പോലും സഹിക്കാൻ കഴിയില്ല ചിലർക്ക്. അവരെ ചുറ്റി മാത്രം കറങ്ങുന്ന ലോകം സ്വന്തമായുള്ളവർക്ക് പ്രത്യേകിച്ച്. പുലരാൻ നേരത്ത് വെറുതെ ഒരു അസംബന്ധങ്ങൾ പറയാതെ കുട്ടിയെ, പോയി കുളിച്ചിട്ട് വരിക. ക്ഷേത്രത്തിലേക്ക് ഞാനും കൂടെ വരാൻ കേട്ടോ. ശാരദാമ്മ മുഖം വീർപ്പിച്ചിട്ട് പറഞ്ഞു. ഞാൻ കുളിച്ചിട്ട് പെട്ടെന്ന് വരാം, ശാരദാമ്മ ഒരുങ്ങിക്കോളൂ പറഞ്ഞുകൊണ്ട് തൊടിയിലേക്ക് ഇറങ്ങി ഭാനു. പുലരിമഞ്ഞ് പുൽനാമ്പുകളിൽ പറ്റിപ്പിടിച്ചിരുന്നു. തണുത്ത മഞ്ഞ് തുള്ളികൾ നഗ്നമായി അവളുടെ കാലുകളിൽ മുത്തമിട്ടു. കുളിരി തോന്നിയവൾക്ക്. കുളക്കടവിലേക്ക് തിരിയുന്നതിന് മുൻപ് നേരെ കാണുന്ന കാവിലേക്ക് നോട്ടം നീണ്ടു അവളുടെ. കുളപ്പടവുകൾ പച്ച വിരിച്ച് കിടക്കുന്നുണ്ട്. മറപ്പുരയിൽ കുളിച്ചു മാറാനുള്ളത് വെച്ച് ഓരോ പടികളിറങ്ങി.
മഞ്ഞക്കാലത്തിൻ്റെ തണുപ്പ് അന്തരീക്ഷത്തെ മൊത്തം കുളിരിൽ വെള്ളം കയറി കിടക്കുന്ന അവസാനത്തെ പടിയിൽ കാൽ വെച്ചപ്പോൾ തണുപ്പ് ദേഹത്തേക്ക് അരിച്ചു കയറി അവളെ. മൊത്തം നനഞ്ഞാൽ പിന്നെ കുളിരില്ല. മനസ്സിൽ ഓർത്തുകൊണ്ട് കുളത്തിലേക്ക് ഇറങ്ങി ഇരുകൈയും വെള്ളത്തിൽ അടിച്ചു. വളർന്നു നിൽക്കുന്ന മരങ്ങൾ ചുറ്റപ്പെട്ടതുകൊണ്ട് തന്നെ സൂര്യരശ്മികൾ കയറാൻ മടിച്ചു നിന്നു. കുളത്തിലേക്ക് മുങ്ങി നിവർന്ന ഭാനു നീന്തി കുളി കഴിഞ്ഞ് മറപ്പുരയിൽ കയറി ഈറൻ തോർത്ത് മുക്കി പിഴിയാൻ വീണ്ടും കുളത്തിലേക്ക് ഇറങ്ങി. തോർത്തുകൊണ്ട് നീണ്ട മുടി ചുറ്റിക്കെട്ടി വെച്ചു. നനഞ്ഞ വസ്ത്രങ്ങൾ അലക്കി പിഴിഞ്ഞ വസ്ത്രങ്ങൾ കല്ലിൽ തന്നെ വെച്ച് പടവുകൾ കയറി കാവിലേക്ക് നടന്നു അവൾ. ആദ്യം നാഗത്തമാരെ തൊഴാൻ. പേരറിയാത്ത പലവിധത്തിലുള്ള വള്ളിപ്പടർപ്പുകൾ നിറഞ്ഞ ഒരിടം. വലിയ പാലമരത്തിന് ചുവട്ടിൽ പ്രത്യേക ഇരിപ്പിടത്തിലിരിക്കുന്ന നാഗത്തമാർ ചുറ്റും അരമതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട്. തിരിച്ച ഭാഗത്ത് മാത്രമാണ് ഇലകളും മറ്റും ഇല്ലാതെയുള്ളൂ. ബാക്കി പറമ്പിൽ മുഴുവനും കരിയിലകളാണ്. നാഗത്തമാരിയ്ക്കുന്ന ഇടം ഇപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കണമെന്ന് അമ്മാമ്മയ്ക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് ശാരദമ്മ ഇപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കും. സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുകയും ചെയ്യും. നാഗപഞ്ചമിക്കും ആയില്യത്തിനും 2 നേരം വിളക്ക് തെളിയിക്കും. വർഷത്തിലൊരിക്കൽ കളമ്പാട്ടും നാഗപൂജയും നടത്താറുണ്ട്. പ്രപഞ്ചത്തിലെ കാണപ്പെട്ട ദൈവപ്രതീതിക്കായി ഭാനു കണ്ണുകൾ അടച്ച് തൊഴുതു നിന്നു. പ്രാർത്ഥനയോടെ ഒരു തണുത്ത കാറ്റ് അവളെ തഴുകി തലോടി കടന്നുപോയി. പ്രാർത്ഥിച്ചിറങ്ങി അവൾ. അലക്കി പിഴിഞ്ഞ വസ്ത്രങ്ങൾ കൈത്തണ്ടിലിട്ട് ഭാനു തൊടിയിൽ നിന്നും കയറി വരുന്ന നോക്കി ശാരദാമ്മ നിന്നിരുന്നു. ക്ഷേത്രത്തിലേക്ക് പോകാൻ മുണ്ടും നീരിതും ഉടുത്തുകൊണ്ട് അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വസ്ത്രങ്ങൾ അയിൽ വിരിച്ചു അവൾ. മുടിയിൽ കെട്ടിയ തോർത്ത് ഒന്ന് കുടഞ്ഞു വിരിച്ചു. ഞാനിപ്പോൾ വരാട്ടോ, മുടിയൊന്ന് ഒതുക്കിയിട്ട് വരാം പറഞ്ഞുകൊണ്ട് വേഗം അകത്തേക്ക് കയറിപ്പോയി അവൾ. മുടി കോതി ഒതുക്കി കണ്ണിൽ ലേശം കൺമഷി എഴുതി നെറ്റിയിൽ കറുപ്പ് കുഞ്ഞു പൊട്ടും കുത്തി. നെറ്റിയിൽ സിന്ദൂരം ചുവപ്പിച്ചപ്പോൾ അറിയാതെ അവളുടെ മിഴികൾ നിറഞ്ഞു. എന്തിനാണെന്ന് ആലോചിച്ചിട്ടും മനസ്സിലായില്ല അവൾക്ക്. തേവരെ തൊഴനായിരിക്കും അല്ലേ? അമ്മമ്മയുടെ ചോദ്യം കേട്ട് ചിന്തകളെ വീട്ടുണർന്ന് ഭാനു. അതെ അമ്മമ്മേ, ശാരദാമ്മയുണ്ട്, പെട്ടെന്ന് വരാട്ടോ. കാണിക്ക വയ്ക്കാനുള്ള പൈസയും എടുത്തുകൊണ്ട് വേഗം തിരിഞ്ഞു നടന്നു അവൾ. അവളുടെ നീണ്ട മുടിയിൽ നിന്നും വെള്ളത്തുള്ളികൾ ഇറ്റ് വീണുകൊണ്ടിരുന്നു. ശാരദാമ്മയെ കുട്ടി വേഗത്തിൽ നടന്നു അവൾ. വൈകിയാൽ നിർമ്മാല്യം തൊഴാൻ കഴിയില്ലെന്നതുകൊണ്ട് ആൾത്തറയും വലിയ ചുറ്റുമതിൽ കെട്ടും ദൂരനെ കണ്ടു അവൾ. നിർമ്മാല്യ പൂജകൾ തുടങ്ങാനുള്ള മണിയടി ശബ്ദം ആൾത്താർക്ക് അടുത്തെത്തുമ്പോഴേക്കും കേട്ടു. വേഗത്തിൽ നടന്നു അവൾ. ശ്രീകോവിൽ തുറന്നു കഴിഞ്ഞിരുന്നു. പുഞ്ചിരി തൂങ്ങിയിരിക്കുന്ന മഹാദേവന്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ നിന്ന് മനമൊരുക്കി പ്രാർത്ഥിച്ചു ഭാനു. ഇടയ്ക്ക് അവളുടെ വലത് കരം നെഞ്ചിൽ പറ്റി ചേർന്ന് കിടക്കുന്ന താലിയിൽ മുറുക്ക പിടിച്ചു. ഏറെ സമയം പ്രാർത്ഥിച്ചു നിന്നു അവൾ. തിരുമേനി നൽകി പ്രസാദം വാങ്ങി നെറ്റിയിൽ തൊട്ടു. കാണിക്കയും പടിമേൽ സമർപ്പിച്ചു. അധികം തിരക്കൊന്നുമില്ലായിരുന്നു ക്ഷേത്രത്തിൽ. ഉള്ള കുറച്ചു പേരെ അറിയാവുന്നവരുമാണ്. അല്ല ഭാനുമോളെ, കുട്ടിക്ക് വിശേഷമൊന്നും ആയില്ല അല്ല ഇതുവരെ? പടിഞ്ഞാറെ വീട്ടിലെ ലക്ഷ്മി അമ്മയുടേതായിരുന്ന ചോദ്യം. ഇല്ല ലക്ഷ്മി അമ്മയെ. പലപ്പോഴും പലരും ചോദിക്കുമ്പോൾ മനസ്സിനെ വേദനിപ്പിച്ചിരുന്ന ചോദ്യം കേട്ട് കേട്ട് കാതുകൾ പോലും തഴമ്പിച്ചു പോയിരിക്കുന്നു. ഇപ്പം പണ്ടത്തെ പോലെ വിഷമമൊന്നും തോന്നാറില്ല. എല്ലാം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നു. തിരികെ വീട്ടിലെത്തുമ്പോൾ മാമനും അമ്മായിയും ചായ കുടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഭാനു ഇപ്പോഴും പഴയതുപോലെ തന്നെയല്ലേ? എന്ന് ക്ഷേത്രത്തിലേക്ക് പോകാറുണ്ടോ നീ? ഇലച്ചീന്തിലെ പ്രസാദം അമ്മായിക്ക് പുഞ്ചിരിയോടെ നീട്ടിക്കൊണ്ട് തലയാട്ടി ഭാനു. ശിവയും ആദിയും കുളി കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോകാനിറങ്ങി. കുറച്ചുകൂടി നേരത്തെ എഴുന്നേറ്റിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് പോകായിരുന്നു. ഭാനു ശിവയെ നോക്കി പറഞ്ഞു. ആദ്യേട്ടന് എഴുന്നേൽക്കാൻ വൈകി ചേച്ചി, ഇനിയിപ്പോൾ എന്തായാലും തൊഴുതിട്ട് വരാം പറഞ്ഞുകൊണ്ട് ആദിക്ക് പിന്നാലെ പോകുന്ന അവളെ നോക്കി ഇന്ന് ഭാനു. ഇടയ്ക്ക് ശിവ കാൽ തട്ടി വീഴാൻ പോയപ്പോൾ ആദ്യം അവളെ വീഴാതെ പിടിച്ചു നിർത്തി. നേരെ നോക്കി നടന്നോടെ നിനക്ക്, കാല് തട്ടിയോ കലിൽ? ആദ്യം ചോദിച്ചുകൊണ്ട് അവളുടെ പട്ടുപാവടയുടെ തുമ്പ് പിടിച്ചുയർത്തി നോക്കുന്ന കണ്ടപ്പോൾ ചിരി വന്നു ഭാനുവിന്. ചെറുപ്പത്തിലും ഇതേപോലെ തന്നെയായിരുന്നു രണ്ടുപേരും. ആദ്യയുടെ പിന്നിൽ നിന്നും മാറില്ല ശിവ. എപ്പോഴും വഴക്കിടും, എന്നാലും ഭയങ്കര സ്നേഹവുമാണ്. ഒരു നിമിഷം രുദ്രനെ ഓർത്തു അവൾ. അറിയാതെ പോയ പ്രണയം ഇന്നും മനസ്സിൻ്റെ വിങ്ങലാണ്. വേഷം മാറി വരി കുട്ടി, ചായ കുടിക്കാം അമ്മമ്മ പറഞ്ഞപ്പോൾ ഭാനു റൂമിലേക്ക് നടന്നു. വേഷം മാറി തിരിച്ചു വന്ന് ചായ കുടിച്ചു. ശാരദമ്മയും ജോലികൾ സഹായിച്ചു അവൾ. അമ്മായിയും കൂടെ കൂടി. അപ്പോഴേക്കും ശിവയും ആദിയും വന്നു. ചായ കുടി കഴിഞ്ഞ് അമ്മയും മാമനും ആദിയും ജോത്സ്യനെ കാണാൻ പുറപ്പെട്ടു. നിശ്ചയത്തിന് നാള് കുറിപ്പിക്കാൻ. അവർ പോയി വരുന്നത് വരെ ടെൻഷനിലായിരുന്നു ശിവ. ജോത്സ്യൻ ഇനി എന്തെങ്കിലും മുടന്ന് പറയുന്നതായിരുന്നു അവളുടെ ഉള്ളിൽ. സന്തോഷത്തോടെ വരുന്ന ആദ്യയെ കണ്ടപ്പോൾ ആശങ്ക ഒഴിഞ്ഞു അവളുടെ. അമ്മേ, ഒന്നും പേടിക്കാനില്ല. 10ൽ 7 പൊരുത്തമുണ്ട്. അടുത്ത മാസം 17-ാം തീയതി നല്ല മുഹൂർത്തമുണ്ട്. അന്ന് നിശ്ചയം. പിന്നെ വിവാഹത്തിൻ്റെ ഡേറ്റ് ശിവയുടെ എക്സാം കഴിഞ്ഞിട്ട് നോക്കാം. മകൻ പറയുന്ന കേട്ടപ്പോൾ ആശ്വാസത്തിൻ്റെ പുഞ്ചിരി തെളിഞ്ഞു ആ വൃദ്ധയുടെ മുഖത്ത്. ആദ്യ കുസൃതിയോടെ ശിവയെ നോക്കി കണ്ണിറക്കി. അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. ഓരോ ദിവസവും പെട്ടെന്ന് കൊഴിഞ്ഞുപോയി. അടുത്ത ബന്ധുക്കളെല്ലാം നേരിൽ പോയാണ് ക്ഷണിച്ചത്. മാമനും അമ്മായിയും ആനിയുടെ വീട്ടിലേക്ക് പോയി. അവർ എല്ലാവരും കൂടിയാണ് പോയത്. ഭാനു മനഃപൂർവ്വം പോയില്ല.
ഇടയ്ക്ക് ഒരു ദിവസം അനിയെ വിളിച്ചപ്പോൾ തിരക്കിലാണെന്ന് പറഞ്ഞ് ഫോൺ പെട്ടെന്ന് വെച്ചു. അതിൻ്റെ ദേഷ്യത്തിലായിരുന്നു ഭാനു. ഉത്സവത്തിന് തലേദിവസം അനി വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നവൾ. ഏറെ വൈകിട്ടും അനി എത്തിയില്ല. ആദിയുടെ മനസ്സിലെ സംശയങ്ങൾ ചെറുതായി ചെവിയോട് സൂചിപ്പിച്ചിരുന്നു അവൻ. ഭാനുവിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ താളപ്പിഴകൾ ഉണ്ടെന്ന് ശിവയ്ക്കും തോന്നി തുടങ്ങിയിരുന്നു. രുദ്രനും ലക്ഷ്മിയും മകനും വൈകിട്ടോടെ എത്തി. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശ്രീഹരി കുസൃതിയാണ്. ഭാനു ഒപ്പിച്ച് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ശ്രീകുട്ടൻ നീന്തൽ പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞല്ലേ, ഈ പ്രാവശ്യം എന്തായാലും ശ്രീകുട്ടന് പഠിക്കണം. ഭാനുവിനെ കണ്ടതും മോടി ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ശ്രീകുട്ടൻ. അതിനെന്താ ശ്രീകുട്ട, അപ്പച്ചി പഠിപ്പിച്ച് തരാട്ടോ. നാളെ ഉത്സവമല്ലേ, അത് കഴിഞ്ഞിട്ട് മറ്റന്നാൾ പഠിക്കാം. ഭാനു അവൻ്റെ തലമുടിയിൽ വിരൽ ഓടിച്ചുകൊണ്ട് പറഞ്ഞു. അത് പറ്റില്ല, നമുക്കിപ്പം തന്നെ പോകണം. മറ്റന്നാൾ കാലത്ത് ഞങ്ങൾ പോകും. ശ്രീകുട്ടന് ടേം എക്സാം നടക്കുകയാണ്. ഇന്ന് നാളെയും കൊണ്ട് പഠിക്കണം അപ്പച്ചി, വാശി പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ. മോനെ, സ്കൂൾ പൂട്ടി നമുക്ക് കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കാം. എന്നാലേ ശരിക്കും പഠിക്കാനൊക്കൂ. ഇന്നും നാളെയും കൊണ്ടൊന്നും പഠിക്കാൻ കഴിയില്ല. പോരാത്തതിന് ഇപ്പം സന്ധ്യയായി. ലക്ഷ്മി ശാസനയോടെ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. മോനെ, അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. വെക്കേഷന് വന്നിട്ട് പഠിക്കാം. അപ്പച്ചി പഠിപ്പിച്ച് തരും കേട്ടോ. ഭാനു, അനി വന്നില്ലേ? മുഖത്തിരുന്ന കണ്ണട ഊരിയൊന്ന് തുടച്ചുകൊണ്ട് തിരികെ വെച്ചുകൊണ്ട് ചോദിച്ചു. ഇന്നിനി വരില്ലായിരിക്കും, നാളെ ഉത്സവം, അപ്പോൾ വരാനായിരിക്കും. ചിരിച്ചുകൊണ്ടാണ് ഭാനു മറുപടി പറഞ്ഞതെങ്കിലും അവൾ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന് രുദ്രൻ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. ചെറുപ്പം തൊട്ടേ കാണുന്നതല്ലേ അവളെ, ആരോടും ഒന്നും തുറന്നു പറയാത്ത പ്രകൃതം. എത്ര വിഷമമുണ്ടെങ്കിലും പുറമെ ചിരിച്ചു നടിക്കും. അമ്മ ഇവരെ ഇവിടെ വിട്ടിട്ട് തിരിച്ചു പോരുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എങ്ങ് കൂടിയല്ലേ? പൂമുഖപ്പടികൾ കയറിക്കൊണ്ട് രുദ്രൻ അമ്മയോട് ചോദിച്ചു. അതാ മോനെ, ഇനി പോയ വീണ്ടും ലീവ് എടുത്തു വരാൻ ഒക്കെയില്ലല്ലോ. പിന്നെ നേരിട്ട് പോയി നിശ്ചയത്തിന് ക്ഷണിക്കുകയും ചെയ്യേണ്ട വീടുകളുണ്ടായിരുന്നു. തറവാട്ടുകാരെ നേരിട്ട് പോയി പറയാതെ പറ്റില്ലല്ലോ. കോളേജിൽ വിളിച്ചു പറഞ്ഞ് ലീവിന്. ഈ ആഴ്ച ലീവ് എടുക്കുന്നതിൽ കുഴപ്പമില്ല. അടുത്ത ആഴ്ച തൊട്ട് എക്സാം തുടങ്ങിയാലേ, അതുകൊണ്ട് ലീവ് കിട്ടില്ല. അപ്പം പിന്നെ ഈ ആഴ്ച തന്നെ എല്ലാം പറഞ്ഞ് കഴിയാമെന്ന് വിചാരിച്ചു. മറ്റന്നാൾ നേരത്തെ പോവുകയും ചെയ്യാലോ നമുക്ക് ഒരുമിച്ച്. നിശ്ചയത്തിന് തലേദിവസം എത്തിയാൽ മതി. പിന്നെ അച്ഛൻ നേരത്തെ വന്നാൽ മതിയല്ലോ. അമ്മ ജോൾസിനെ കണ്ട് വീട്ടിലേക്ക് മടങ്ങി വരുമെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും പോകുന്നത്. തിരിച്ചു വരാത്ത കാണും വിളിച്ചു പറഞ്ഞിരുന്നെങ്കിലും നേരിട്ട് കണ്ടപ്പോൾ കുശലം പോലെ ചോദിച്ചതായിരുന്നു രുദ്രൻ. മോനെ, നിനക്കൊരു മാറ്റമില്ല കേട്ടോ. അച്ഛമ്മയുടെ ശ്രീകുട്ടൻ എവിടെ? വാ മോനെ. അച്ഛൻ ശ്രീകുട്ടനെ അടുത്തേക്ക് വിളിച്ചു. ഭാനുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശ്രീകുട്ടൻ പൂമുഖത്തേക്ക് കയറി. ഇവൻ പോകുന്നവരെ ഭാനുവിന് ചെവിതല കേൾക്കില്ല. നീ ഇവൻ്റെ താളത്തിന് തുളന്നുകൊണ്ടാ. അമ്മായി പറയുന്ന കേട്ടപ്പോൾ ഭാനു മോനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ കുഞ്ഞല്ലേ അമ്മായി, വാശിയും ആഗ്രഹമൊക്കെ കാണും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറച്ച് ഞാൻ പഠിപ്പിച്ചതായിരുന്നു. എന്തായാലും അമ്മ പറഞ്ഞതുപോലെ വെക്കേഷന് കുറേ ദിവസം ശ്രീകുട്ടൻ ഇവിടെ വരണം കേട്ടോ. നീന്തൽ നല്ല വശമാക്കി തിരിച്ചു പോയാൽ മതി. അപ്പച്ചി പഠിപ്പിച്ചു തരാട്ടോ. ഭാനു പറഞ്ഞപ്പോൾ മനസ്സോടെ തലയാട്ടി മോൻ. ലക്ഷ്മി ബാഗ് റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട് തിരികെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് രുദ്രൻ അകത്തേക്ക് കയറി വരുന്ന കണ്ടത്. അവൾ വേഗം വന്ന് വാതിലടച്ചു. അതെ, ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. എനിക്ക് ഭാനുവിന് ഒട്ടും താല്പര്യമില്ലെന്നറിയാലോ. അതുകൊണ്ട് കൂടുതൽ കൊഞ്ചിക്കുഴയാനും നിൽക്കണ്ട. നിങ്ങളുടെ വിവാഹം പണ്ട് നടത്താൻ തീരുമാനിച്ചിരുന്നതാണെന്നും ജാതകദോഷം കൊണ്ടത് നടക്കാതെ പോയതാണെന്നൊക്കെ എനിക്കറിയാം. ഒരുമിച്ച് വളർന്നവരായിരുന്നല്ലോ. എങ്ങനെ കഴിഞ്ഞതാ എന്നൊക്കെ ആർക്കറിയാം. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഭർത്താവാണ്, അത് ഓർമ്മ വേണം. ലക്ഷ്മി അടക്കത്തിൽ പറഞ്ഞു. ലക്ഷ്മി, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. മഞ്ഞപ്പിത്തം ബാധിച്ച കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ എല്ലാം മഞ്ഞയായി മാത്രമേ കാണൂ. ഈ രുദ്രൻ മനസ്സറിഞ്ഞ് അന്ന് ഭാനുവിനെ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ എൻ്റെ ഭാര്യ അവളുണ്ടാകുമായിരുന്നു. ഈ മുറിയിൽ നീ എൻ്റെ ജീവിതത്തിലേക്ക് എത്തി നോക്ക് പോലുമില്ലായിരുന്നു. ഒരു ജാതകദോഷത്തിൻ്റെ പേരിലും ഞാൻ അവളെ ഉപേക്ഷിക്കുകയില്ലായിരുന്നു. പക്ഷേ അരുതാത്ത ഒരു ചിന്തകളും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സിലെന്ന് മാത്രമല്ല, ഭാനുവിൻ്റെയും. അനിയത്തിയെ മാറോട് അടക്കി പിടിച്ചിരുന്ന പെൺകുട്ടി ഉണ്ടായിരുന്നു രുദ്രൻ്റെ ഓർമ്മകളിൽ. അവളോട് അന്നും ഇന്നും ഒരനിയത്തിയുടെ നിന്ന പോലെ വാത്സല്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ രുദ്രന്. പിന്നെ അച്ഛൻ്റെ മോഹമായിരുന്നു എനിക്ക് വേണ്ടി അവളെ ആലോചിക്കുന്നത്. അനിയത്തിയായി കണ്ട അവളെ ഭാര്യയെ ഒരിക്കലും കാണാൻ എനിക്ക് കഴിയില്ലെന്ന് അച്ഛനോട് പറഞ്ഞത് ഞാനാണ്. അച്ഛമ്മയോട് അങ്ങനെ പറഞ്ഞ് വിഷമമാകുമെന്ന് കരുതി. ഇല്ലാത്ത ജാതകദോഷത്തിൻ്റെ കാര്യം പറഞ്ഞ് ഞാനും അച്ഛനും കളിച്ചൊരു നാടകമായിരുന്നു അത്. അവളെ എന്നും അനിയത്തിയെ മാത്രമേ എനിക്ക് കാണാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് മാത്രം. അത് പറയുമ്പോൾ രുദ്രൻ്റെ കണ്ണുകളിൽ നിന്നും അഗ്നി പാർന്നതുപോലെ തോന്നി ലക്ഷ്മിക്ക്. ഒരു കാര്യം കൂടി, നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ അതിരാവിലെ നമ്മൾ തിരിച്ചു പോകും. അതുവരെ കുറച്ച് സമാധാനം വേണം എനിക്ക്. അവൾക്ക് നേരെ കൈ കുപ്പിക്കൊണ്ട് പറഞ്ഞു അവനെ ദേഷ്യത്തിൽ നോക്കി വാതിൽ വലിച്ചു തുറന്നുകൊണ്ട് പുറത്തേക്ക് പോയി ലക്ഷ്മി. അവൾ പോകുന്നത് പുച്ഛത്തോടെ നോക്കി നിന്നു രുദ്രൻ. അല്പം കഴിഞ്ഞപ്പോൾ ഡ്രസ്സ് മാറി കാവിമുണ്ടും ടീഷർട്ടും ഇട്ടുകൊണ്ട് താഴേക്കിറങ്ങി അവൻ. മോനെ, വാ ചായ കുടിക്ക്. അച്ഛമ്മ പറഞ്ഞു കേട്ടപ്പോൾ രുദ്രൻ അച്ഛമ്മയുടെ അടുത്തേക്ക് പോയിരുന്നു. അച്ഛാ, ഇത് വേണോ?
രണ്ട് കൈയിലും നിറയെ ഉണ്ണിയപ്പം പിടിച്ചുകൊണ്ട് അടുക്കളയിൽ നിന്നും ഭാനുവിൻ്റെ കൂടെ വരുന്ന ശ്രീകുട്ടനെ കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞു, അച്ഛമ്മേ, ആദ്യപ്രതനെ ഇവനി ഉണ്ണിയപ്പ കൊതിയനാണ് കേട്ടോ. രുദ്രൻ പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു. അതെ, ആദ്യം വന്നപ്പോൾ ഉണ്ടാക്കിയതെല്ലാം 2 ദിവസം കൊണ്ട് തീർന്നു. ഇത് പിന്നെ ഉണ്ടാക്കിയതാണ്. അമ്മ പറഞ്ഞു കേട്ടപ്പോൾ രുദ്രൻ മോൻ്റെ കയ്യിൽ നിന്നും ഉണ്ണിയപ്പം വാങ്ങി കടിച്ചുകൊണ്ട് ചായ ഗ്ലാസ് കയ്യിലെടുത്തു. അല്ല, എവിടെ നമ്മുടെ ചെറുക്കനും പെണ്ണും കാണാനില്ലല്ലോ? രുദ്രൻ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. രണ്ടും കൂടി എന്തൊക്കെയോ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ് ടൗൺ വരെ പോയതാ. ആദ്യക്ക് ജോലി കയറ്റിയിട്ട് ആദ്യത്തെ ഉത്സവമല്ലേ, വരുമ്പോൾ ആൾക്കറിയാം എന്തൊക്കെ വാങ്ങി വരുന്നു. അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ബാലു ഒന്നിലും ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയാതെ നിന്നു. അവളുടെ മനസ്സ് മുഴുവനും അനിരുദ്ധായിരുന്നു. വന്നതിൽ പിന്നെ ഒന്ന് സംസാരിച്ചിട്ട് കൂടെയില്ല. ഇരുട്ടിന് കനം വെച്ചുകൊണ്ട് ഇനി അനി വരില്ലെന്ന് മനസ്സിലായി അവൾക്ക്. ആദ്യം ശിവൂട്ടനും തിരികെ വന്നു. ടെക്സ്റ്റൈൽ ഷോപ്പിലെ വലിയ കവർ ഉണ്ടായിരുന്നു ശിവയുടെ കയ്യിൽ. എന്താതി, കട മൊത്തം വാങ്ങിയോ? അവരെ കണ്ട് പുഞ്ചിരിയോടെ ചോദിച്ചു രുദ്രൻ. ഏട്ടൻ കുറേ നേരമായി വന്നിട്ട്. ഞാൻ വിളിച്ചിരുന്നു, കിട്ടിയില്ല. ആദ്യം ഏട്ടനെ നോക്കി ചോദിച്ചു. ഫോൺ റൂമിൽ വെച്ചു. ചായ കുടിക്കാനിരുന്നപ്പോൾ സംസാരിച്ച് ഇവിടെ ഇരുന്ന് പോയി. ശ്രീകുട്ട, അച്ഛൻ ഫോൺ റൂമിൽ നിന്ന് എടുത്തിട്ട് വാ, മോനെ നോക്കി പറഞ്ഞു രുദ്രൻ. ഇനി കൈയോടെ നീ തന്നെ അച്ഛമ്മയ്ക്ക് കൊടുക്ക്, അമ്മ പറഞ്ഞപ്പോൾ ശിവ കവർ അവനെ ഏൽപ്പിച്ചു. എന്തിനാ കുട്ടി ഇപ്പം ഇതൊക്കെ? അച്ഛമ്മ വീണ്ടും പുറത്തേക്ക് ഇറങ്ങാറില്ലപ്പോൾ. ഇടയ്ക്ക് തേവയുടെ അടുത്ത് ഒന്ന് പോവുക പതിവ്. ഇനി അച്ഛമ്മയുടെ ധാരാളമുണ്ട്. ആദ്യം മുണ്ടും നേരിതും എടുത്തു കൊടുത്തപ്പോൾ അച്ഛൻ നിറ കണ്ണുകളോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അച്ഛമ്മ ഇവിടെ ഉടുക്കാനും പുതയ്ക്കാനും അല്ലാതെ ഇരിക്കല്ലെന്ന് എനിക്കറിയാം. ഇതിൻ്റെ ഒരു സന്തോഷത്തിന് ജോലിക്ക് കയറിയിട്ട് എല്ലാവർക്കും ഞാൻ എടുത്തു കൊടുത്തു. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെയുള്ളവർക്കും എടുക്കാൻ കരുതിയിരിക്കുകയായിരുന്നു പറഞ്ഞുകൊണ്ട് ശാരദാമ്മയ്ക്കും ഒരു കവർ കൊടുത്തു അവൻ. ഇതെൻ്റെ ഭാനേജിക്ക്. എത്ര നോക്കിയാണ് എടുത്തതെന്ന് അറിയാമോ? ശിവ വേറൊരു കവറിൽ നിന്നും വില കൂടി സിൽക്ക് സാരി എടുത്ത് ഭാനുവിൻ്റെ ദേഹത്തേക്ക് വെച്ച് ഭംഗി നോക്കി. ലൈറ്റ് കളർ സാരിയായിരുന്നുവെങ്കിലും വെളുത്ത ശരീരമായതുകൊണ്ട് നന്ദി ഉണ്ടായിരുന്നു അവൾക്ക് ആ നിറത്തിലുള്ളത്. ലക്ഷ്മിയുടെ മുഖം ഇരുണ്ടു. പ്രസവിക്കാത്തത് കൊണ്ടായിരിക്കും. അന്നും ഇന്നും ഒരുപോലെയാണ് ദേഹം. സൗന്ദര്യത്തിന് ഒരു കുറവില്ല. ഏത് വേഷവും നന്നായി ഇണങ്ങും. എന്നിട്ട് സാരി മാത്രം ഓടത്തേ കണ്ടിട്ടുള്ളൂ താൻ ഇതുവരെ. അതും വൃത്തിയായി. തരി പോലും ദേഹത്ത് പുറത്ത് കാണില്ല, ലക്ഷ്മി മനസ്സിൽ പറഞ്ഞു. ഭാനു എന്നും ഒരു അത്ഭുതമായിരുന്നു അവൾക്ക്. ഒന്നും വേണ്ടായിരുന്നു മതി. ചേച്ചി ഒരുങ്ങി നടക്കാറൊന്നുമില്ലല്ലോ ഇപ്പോൾ, ഒരുതരം നിർവികാരതയോടെ പറഞ്ഞു ഭാനു. ഭാനേച്ചി ഉടുത്തിറങ്ങി തന്നെ നടക്കണം. നിശ്ചയത്തിനും വിവാഹത്തിനും എല്ലാം ചേച്ചിയെ ഒരുക്കും ഞാൻ. സുന്ദരിയായി. ശിവ ചേച്ചിയുടെ കവിൾ തലോടിക്കൊണ്ട് പറഞ്ഞു. ഇളമേ, എനിക്കില്ല അല്ലേ? എല്ലാം കണ്ട് മുഖം വീർപ്പിച്ച് നിൽക്കുകയായിരുന്നു ശ്രീകുട്ടൻ. അച്ചോടാ, ഇളയമയുടെ ശ്രീകുട്ടന് വാങ്ങാതിരിക്കും ഇളയമ്മ പറഞ്ഞുകൊണ്ട് ഷർട്ടും ജീൻസും പാൻറ്റും എടുത്ത് ശ്രീ മോന് കൊടുത്തു ശിവ. അവൻ്റെ കുഞ്ഞുമുഖം സന്തോഷം കൊണ്ട് വിടർന്നു. ലക്ഷ്മി ഒന്നും ഇഷ്ടപ്പെടാത്തതുപോലെ മാറി നിന്നു. പിന്നെ എല്ലാവരും ഒരുങ്ങി വന്ന ക്ഷേത്രത്തിൽ പോകാം. നമുക്കിന്ന് അവിടെ ഗാനമേളയുണ്ട്. 8 മണിക്ക് തുടങ്ങും. ആദ്യം പറഞ്ഞ് കേൾക്കേണ്ട താമസം ശ്രീകുട്ടൻ അപ്പോഴേ റെഡിയായി. ഭാനു ഇല്ലെന്ന് പറഞ്ഞു. എല്ലാവരും ഗാനമേള കാണാൻ പോയി. എത്ര മനസ്സുകൊണ്ട് വിളിക്കില്ലെന്ന് കരുതിയിരുന്നുവെങ്കിലും ഭാനുവിന് അനിയുടെ ശബ്ദം കേൾക്കാതെ വയ്യെന്നായി. അവൾ ഫോൺ എടുത്ത് അനിയുടെ നമ്പർ ഡയൽ ചെയ്ത് കാതോട് ചേർത്തു. താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന ആൾ മറ്റൊരു കോളിൽ തിരക്കിലാണ്. ദയവ് ചെയ്ത് അല്പസമയം കഴിഞ്ഞ് വിളിക്കൂ. അക്ഷമയുടെ വീണ്ടും ട്രൈ ചെയ്തു അവൾ. എത്ര ശ്രമിച്ചിട്ടും കിട്ടിയില്ല. ഒടുവിൽ അവൾ ശ്രീദേവി വിളിച്ചു. ഏട്ടത്തി, എന്തേ സമയത്ത്? ആഹാരം കഴിച്ച പാത്രങ്ങൾ കഴുകി വെക്കുകയായിരുന്നു ശ്രീദേവി ഫോൺ എടുത്തതും ചോദിച്ചു. അല്ല, ഒന്നുമില്ല ദേവി. അനിയേട്ടൻ ഉറങ്ങിയോ? ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഭാനു ചോദിച്ചു. അപ്പം ഏട്ടൻ വിളിക്കുന്നത് ഏട്ടത്തി അല്ലേ? കുറേ സമയം ഫോൺ വിളിക്കുന്നു. മുറ്റത്ത് നടന്നാണ്. ഞാൻ കരുതി ഏട്ടത്തി ആയിരിക്കുമെന്ന്. ഒന്നും അറിയാതെ തമാശ രൂപേണ പറഞ്ഞു ശ്രീദേവി. ചിലപ്പോൾ അത്യാവശ്യമായി ആരെങ്കിലും വിളിക്കുകയായിരിക്കും. സാരില്ല, ഞാൻ പിന്നെ വിളിക്കാം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ഭാനു. അവളുടെ ഇരു കവിളിൽ കൂടി മിഴിനീർ തുള്ളികൾ ചാലിട്ടൊഴുകിയിറങ്ങി. കവിളുകളെ ചുംബിച്ചുകൊണ്ട് ഗാനമേള കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു വന്നു. ആഹാരം കഴിച്ച് കിടക്കാൻ കയറി. ശിവ എന്തൊക്കെയോ വാ തോരാതെ പറയുന്നുണ്ട്. അതിലൊന്നും ശ്രദ്ധ പതിപ്പിക്കാൻ കഴിഞ്ഞില്ല ഭാനുവിന്. അവളുടെ മനസ്സിലെ സംശയത്തിൻ്റെ ഉമ്മിത്തി നീറാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു. തന്നോടൊന്ന് സംസാരിക്കാൻ പോലും സമയമില്ലാതെ ആരോടാണ് അനിയേട്ടൻ സംസാരിക്കുന്നത്? വിളിക്കുന്നത് പെണ്ണാണ് എന്ന് മനസ്സിലായി. ഇതുവരെ ഇല്ലാത്ത ബന്ധം, സംസാരം. കഴിഞ്ഞ 10 വർഷമായി ഇല്ലാത്ത പുതിയ ബന്ധം തുടങ്ങിയത് ആരായിട്ടാണെങ്കിലും നല്ല ബന്ധമല്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞു ഭാനു. തങ്ങൾക്കിടയിൽ വിള്ളൽ വീഴ്ത്താൻ കഴിവുള്ള ആൾ തന്നെയാണെന്ന് മനസ്സിലായി അവൾക്ക്. അനിയേട്ടനെ ഒരിക്കലും വിട്ടുകൊടുക്കാൻ കഴിയില്ല തനിക്ക്. ആ നമ്പർ എടുത്ത് വിളിച്ച് സംസാരിക്കണം. ആരെന്നറിയണം. കാല് പിടിച്ചുകൊണ്ടാണെങ്കിലും അങ്ങനെ തൻ്റെ ഭർത്താവിനെ മടക്കിത്തരാൻ പറയണം. ഭാനു മനസ്സിൽ പറഞ്ഞുകൊണ്ട് മുഖം അമർത്തി തുടച്ചു. പുലരുമ്പോൾ എപ്പോഴൊന്ന് മയങ്ങി അവൾ.